ഞാൻ റുക്സാന, ഫൈനൽ ഇയർ BMS സ്റ്റുഡന്റ് മൈക്കസ് ഇനാനി മെഡിക്കൽ കോളേജ്. ഇത് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്ത് എന്നോട് ഒരാൾ ചോദിച്ചു അനാട്ടമി ഫിസിയോളജി നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ അനാട്ടമി ഫിസിയോളജി, പിന്നെ പാത്തോളജി, പിന്നെ പീഡിയാട്രിക്സ്, ഗൈനക് ഓപ്സ്, ഓഫ്തൽമോളജി, അങ്ങനെ എല്ലാ സബ്ജക്റ്റും ഞങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് ഇപ്പോൾ എത്ര ഇയറാണ് കോഴ്സ്, ഇത് എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് മുതൽ കേട്ടിട്ടാണ്. ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. ഫസ്റ്റ് മുതൽ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും എൻ്റെ ജൂനിയേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്ത് തരാമെന്നുള്ളതാണ്. ഇത് 5.5 ഇയർ കോഴ്സ് തന്നെയാണ്. BMS ആയുഷിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മൾ ബാക്കിയുള്ള മെഡിക്കൽ കോഴ്സുകൾ പോലെ തന്നെ ഞങ്ങൾ പഠിക്കുന്നത് മെഡിക്കൽ സബ്ജക്ട്സ് തന്നെയാണ്. ഒരു ഹ്യൂമൻ ബോഡിയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ ആവുമോ, എന്താണ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമുക്കും സ്കോപ്പ് ഉണ്ട്, ഞങ്ങൾക്കും വർക്ക് ചെയ്യാം, ഞങ്ങൾക്കും ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അനാറ്റമി, ഫിസിയോളജി, പാത്തോ, ഓഫ്തൽമോളജി, പീഡിയാട്രിക്സ്, അങ്ങനെ എല്ലാ സബ്ജക്ട്സും ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഫൈനൽ ഇയറിൽ 12 പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഫാർമക്കോളജി ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ BMS പഠിക്കുന്ന സമയത്ത് നമുക്ക് യുനാനി മെഡിസിൻസ് അറിയണം. നമുക്ക് അലോപ്പതി മെഡിസിൻസ് ഫാസ്റ്റായിട്ട് പഠിക്കാനില്ല. പക്ഷേ ഞങ്ങൾ യുനാനി മെഡിസിൻസ് കംപ്ലീറ്റ് പഠിക്കുന്നുണ്ട്. അത് ഉണ്ടാക്കാനും ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഓൾസോ മെഡിക്കൽ സ്റ്റുഡൻറ്റ്.